പല്ല് നേരെയാക്കാൻ ബ്രേസസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ ബ്രേസസ് മാത്രമല്ല, ചില സിറ്റുവേഷൻസിൽ റിമൂവബിൾ ഓർത്തോണ്ടിക് അപ്ലയൻസസ് അല്ലെങ്കിൽ ഒറ്റക്കമ്പികൾ യൂസ് ചെയ്യാറുണ്ട്. ഒറ്റക്കമ്പി ഇട്ടവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 10 പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ റിമൂവബിൾ ബ്രേസസ് ഒരു ദിവസം 22 മണിക്കൂറെങ്കിലും ഇടണം. ഭക്ഷണം കഴിക്കാനും ബ്രഷ് ചെയ്യാനും മാത്രമേ ഊരാൻ പാടുള്ളൂ. കുറച്ച് സമയം ഇട്ടാൽ പല്ല് നീങ്ങില്ല, പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു പോകും. സോ ഓർക്കുക, ഉറങ്ങുമ്പോഴും ഇട്ട് കിടക്കണം. രണ്ടാമത്തെ കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ റിമൂവബിൾ ഓർത്തോണ്ടിക് അപ്ലയൻസസ് ഊരി വെക്കണം. ഭക്ഷണം കഴിക്കുന്നതിനിടെ അപ്ലയൻസിന് കേടുപാടുകൾ സംഭവിക്കാനോ ഭക്ഷണം അതിൽ കുടുങ്ങാനോ ചാൻസ് ഉണ്ട്. സോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അപ്ലയൻസ് മാറ്റി സുരക്ഷിതമായി സൂക്ഷിക്കുക. ഭക്ഷണത്തിന് ശേഷം പല്ലും അപ്ലയൻസും നന്നായി വൃത്തിയാക്കി ഉടൻ തന്നെ വീണ്ടും ധരിക്കുക. ഭക്ഷണത്തിന് ശേഷം കണ്ണാടിയിൽ നോക്കി കമ്പിക്ക് ചുറ്റും ഫുഡ് റെമനൻസ് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കുടുങ്ങിയാൽ വൃത്തിയാക്കാൻ മറക്കരുത്. അടുത്തത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ചൂടുവെള്ളത്തിൽ കഴുകുന്നത്. നിങ്ങളുടെ പ്ലേറ്റ് അല്ലെങ്കിൽ അലൈനർ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ചൂടുവെള്ളത്തിലിട്ടാൽ അത് വളഞ്ഞു, പിന്നെ പല്ലിൽ ഫിറ്റ് ആവില്ല. സോ എപ്പോഴും തണുത്ത വെള്ളവും ലിക്വിഡ് സോപ്പും മാത്രം യൂസ് ചെയ്യാം. നിങ്ങളുടെ പല്ല് തേക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്ലയൻസ് ക്ലീൻ ചെയ്യുന്നതും. ഓരോ തവണ ഊരുമ്പോഴും സോഫ്റ്റ് ബ്രഷ് കൊണ്ട് വെള്ളത്തിൽ കഴുകണം. ക്ലീൻ ചെയ്യാതിരുന്ന ബാക്ടീരിയ കൂടും, മോണ വീങ്ങും, പിന്നെ ബാഡ് സ്മെല്ല് വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ടൂത്ത് പേസ്റ്റ് ഒരിക്കലും ഉപയോഗിക്കരുത്, അത് സ്ക്രാച്ച് ഉണ്ടാക്കും. സോ അപ്ലയൻസ് ഡെയിലി ക്ലീൻ ചെയ്യണം. അടുത്ത കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അപ്ലയൻസ് ഇട്ടാൽ ആദ്യം സംസാരിക്കുമ്പോൾ ചെറിയ ചേഞ്ചസ് വരും. ചില അക്ഷരങ്ങൾ പറയാൻ ബുദ്ധിമുട്ടും. അത് നോർമലാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഊരി വെക്കരുത്. പകരം ഉറക്കെ ന്യൂസ് പേപ്പർ വായിക്കുക, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക. ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ നാവ് അഡ്ജസ്റ്റ് ആയിക്കോളും. സോ സംസാരം പ്രാക്ടീസ് ചെയ്യാം. അടുത്ത കാര്യം പറയാനുള്ളത്, പുതിയ അപ്ലയൻസ് ഇട്ടാൽ ആദ്യത്തെ 3-4 ദിവസം ചെറിയ പെയിനും പ്രഷറും ഉണ്ടാവും. ഇത് നല്ല സൈനാണ്. പല്ല് നീങ്ങുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ക്ലിപ്പ് ഊരി വെച്ചാൽ പിന്നെ ഫിറ്റ് ആവില്ല ക്ലിപ്പ്, പുതിയത് എടുക്കേണ്ടി വരും. 3-4 ദിവസം കഴിഞ്ഞാൽ പെയിൻ മാറും. സോ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ പാരസെറ്റാമോൾ കഴിക്കാം. അടുത്ത കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വീട്ടിൽ ശരിയാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ അപ്ലയൻസിൻ്റെ കമ്പി ഇൻ കേസ് പൊട്ടിയാൽ വീട്ടിൽ സ്വയം നിങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ ഡാമേജസും ട്രീറ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസും ഉണ്ടാക്കും. നിങ്ങൾ കാണിക്കുന്ന ഡെൻറ്റിസ്റ്റിനെ തന്നെ കാണാം. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ക്ലിപ്പ് ഊരിയാൽ ഒരു ബോക്സിൽ മാത്രം വെക്കുക. അപ്ലയൻസസ് ഊരിയെ ടിഷ്യൂ പേപ്പറിലൊന്നും പൊതിഞ്ഞു വെക്കരുത്. അടുത്ത കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വായിൽ പുതിയൊരു സാധനം വന്നാൽ നമുക്കൊരു ഡിഫിക്കൽറ്റി തോന്നും. നാവ് കൊണ്ട് അതിനെ തോണ്ടി നോക്കാൻ അല്ലെങ്കിൽ തള്ളി നോക്കാനൊക്കെ തോന്നും, എസ്പെഷ്യലി കുട്ടികൾക്ക്. പക്ഷേ ഇങ്ങനെ ദിവസം ഒരു 100 വട്ടം ചെയ്താൽ പ്ലേറ്റിൻ്റെ കമ്പി ലൂസാവും, പിന്നെ വയറ് വളഞ്ഞു പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അലൈനർ ആണെങ്കിൽ അതിന് ക്രാക്ക് വരും, എഡ്ജസ് പൊട്ടും. അങ്ങനെ മൊത്തത്തിൽ ട്രീറ്റ്മെൻറ്റ് ഫെയിലാവും. സോ കോൺഷ്യസ് ആയി നാവിനെ കൺട്രോൾ ചെയ്യുക. ഫസ്റ്റ് 1 വീക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ശീലാവും. അടുത്തത് 10ാമത്തെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സ്ഥിരമായി ഡെൻ്റൽ ചെക്കപ്പ് നടത്തണം. എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കാൻ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഡെൻ്റൽ ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. ഓരോ വിസിറ്റിലും ഡെൻറ്റിസ്റ്റ് എന്താ ചെയ്യുക, പല്ല് എത്ര നീങ്ങിയെന്ന് ചെക്ക് ചെയ്യും, അപ്ലയൻസസ് ആക്ടിവേറ്റ് ചെയ്യും. നിങ്ങൾ എക്സാം ആണ്, സ്കൂളുണ്ടെന്ന് പറഞ്ഞ് 2 മാസം പോയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്നു. സോ ഫോണിൽ റിമൈൻഡർ സെറ്റ് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് മുടക്കരുത്. സോ ഫ്രണ്ട്സ്, ഒറ്റക്കമ്പി എന്ന് പറയുന്നത് ചെറിയൊരു വയറ് മാത്രമാണെന്ന് തോന്നുമെങ്കിലും നിങ്ങളുടെ പല്ലിൻ്റെ ഭംഗി നിലനിർത്തുന്നതിൽ അതിന് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് ഈ 10 കാര്യങ്ങളും ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഡെൻ്റൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്